കണ്ടറിഞ്ഞൂടെ നീ ഞാൻ കറി വെക്കാൻ പോണ്. ചോറ് വെച്ച് കഴിഞ്ഞ് നീ കറി കൂടി വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കാം. അപ്പൊ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ അറിയാല്ലേ? പിന്നെ ചെയ്യേണ്ട സാഹചര്യം വന്നാ പിന്നെ എന്ത് ചെയ്യും? ഹോട്ടലിൽ നിന്ന് കഴിച്ചു മനുഷ്യൻ മതിയായി. ഇത്തിരി കഞ്ഞിയെങ്കിലും കിട്ടിയാൽ മതിയായി. അതാണ് ഞാൻ തന്നെ ഇതിന്റെ ഓരോന്നും ഉണ്ടാക്കാന്ന് വെച്ചത്. എന്റെ കഞ്ഞി ഇതിനൊരു എളുപ്പപ്പണിയുണ്ട്. നമുക്ക് ഈ വീട്ടിലേക്ക് ഒരു വിലക്കാറ്റ് നടത്താം. എന്റെ മോളി നീരെന്താണ് ഈ പറഞ്ഞത്? ജോലിക്കാളെ നിർത്താനാ? ഇത് സിമ്പിൾ ആയിട്ടാണ് നീ പറഞ്ഞത്. ഒരാളെ നിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം വിചാരിച്ചാണ്. ആ സുമേഷിന്റെ വീട്ടിലില്ലേ അത് ചേച്ചി അവിടെ മിറ്റടിക്കാനും പാത്രം കഴിയാനും മാത്രം വന്നത് 3000 രൂപയാണ് മാസം അവർ മേടിക്കുന്നത്. അപ്പൊ ഇവിടെ മേടിക്കില്ല. നീ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താ പണി ചെയ്യണ്ടേ? മുട്ടിടിക്കണം, പാത്രം കഴിയണം, ആഹാരം വെച്ചുണ്ടാക്കണം, പേരടിച്ച് വാരി തുടക്കണം, അലക്കണം, അങ്ങനെ എന്ത് ജോലികള് ഓരോന്നിനും കൂട്ടി നോക്കിയേ. അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ടി വരും അവർക്ക്? നമ്മുടെ ഉണ്ടല്ലേ ഒരാളുടെ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. അതിന് ഭേദം ഒന്നല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ജോലി ചെയ്ത് കുടുംബത്തിരിക്കണം. അപ്പൊ ഒരു വേലക്കാരത്തിന് വീട്ടിൽ നിർത്തിക്കഴിഞ്ഞാല് ഒരുപാട് പൈസ വരുമെന്ന് ഏട്ടായിക്ക് അറിയാല്ലേ? ഞാൻ ഈ വീട്ടിൽ കിടന്ന് പകല് കിടന്ന് കഷ്ടപ്പെട്ടപ്പാ അതിനൊരു വിലയുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഏട്ടായിക്ക് എന്നോട് ഉച്ചവരുന്ന്, നിനക്ക് എന്ത് ജോലി, ഇത് ചുമ്മാ ഇരിപ്പല്ലേന്ന്, എല്ലാത്തിനും വിഷയൻസ് ഉണ്ട്, എന്ത് സുഖമുള്ള ജോലിയാണെന്ന് അല്ലേ? പറയാനായിട്ടൊക്കെ എളുപ്പമാണ്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഏട്ടായിട്ടൊക്കെ ജോലിക്ക് ചിലപ്പോ രാവിലെ 10 മണിക്ക് പോയി കഴിഞ്ഞാല് 5 മണിയാകുമ്പോ ജോലി തരും. അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് വീട്ടിൽ വന്നാ വിശ്രമിക്കാം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരുടെ അവസ്ഥ അതല്ല. ചിലപ്പോ വെളുപ്പിൽ എഴുന്നേറ്റ് ചെയ്യുന്ന ജോലി തീരണമെങ്കിൽ ചിലപ്പോ പാതിരാത്രിയാവും. ഒരു വിശ്രമമില്ലാത്ത ഒരു ജോലിയാണ് ഞങ്ങളുടെ. എന്തിന് ഒരു ഞായറാഴ്ചകളിൽ പോലും ഞങ്ങൾക്ക് അവധിയില്ല. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇല്ലേ, എല്ലാം ചെയ്തിട്ട് അവസാനം നിങ്ങളെ പോലെയുള്ള ഭർത്താക്കന്മാരുടെ ഒരു ചോദ്യമുണ്ട്, ഈ വീട്ടില് നിങ്ങൾക്ക് എന്താണ് മല മറിക്കണ പണിയെന്ന്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴേ ഞങ്ങൾ ചങ്കാണ് തകർന്നു പോണത്. ഈ വീട്ടുജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടായിക്ക് വീട്ടമ്മമാരുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്? എനിക്കിപ്പോ മനസ്സിലായല്ല, അത് മതി. എന്നാ ചെയ്യണ ജോലി നിർത്തിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. വേണ്ട, ഇനി മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. നമുക്ക് 2 പേർ കൊണ്ട് ചെയ്യാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് സഹായിച്ചോളാം.